ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ കുറച്ച് മുറ്റത്തെ വിശേഷങ്ങളുമായാണ് വന്നത്. ചെറുതായി നമ്മൾ നട്ട കുറച്ച് ചെടികളും കാര്യങ്ങളുമാണ്. എന്നാ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന തൈയാണ് ഷമാമിൻ്റെത്. ഇത് നോമ്പിന് ഷമാം കൊടുത്തിട്ടാകുമ്പോൾ അതിന്റെ വിത്ത് ഇട്ടതാണ്. ഇപ്പൊ മുളച്ച് വന്ന് അതിൽ പൂവലായിട്ടുണ്ട്. വേറൊരു തൈ ഉണ്ട് അപ്പുറം, ഞാൻ കാണിച്ചു തരാം. അതിലും ഇങ്ങനെ പൂവലായിട്ടുണ്ട്. രണ്ട് കായുണ്ട് ചെറുതായിട്ട് പിടിച്ചിട്ട്. ആ ചപ്പലിന്റെ ഇടയിൽ രണ്ട് കായുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട ഈ ഒരു കൂറയാ പറ്റിയ എന്തോ സാധനം, ആ സാധനം തോന്നിയതിന്റെ ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കുന്നത്. ഇലകളെല്ലാം കാണാൻ പറയുന്നില്ല, എല്ലാം അത് തൊന്ന് തീർത്തിട്ടുണ്ട്. ആ ഒരു സംഭവമാണ്. അത് എന്താക്കലെന്ന് അറിയില്ല, അത് പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അറിയുന്നവർ കമന്റ് ചെയ്യാട്ടോ. ഇതിലാണ് ഞാൻ പറയുന്നത്. ഇതിന് പൂവുണ്ട്, പക്ഷേ രണ്ട് ചെറിയ കായുണ്ട്. അതാണ് കാണുന്നതാണ് രണ്ട് ചെറിയ കായ്. കണ്ട ആ ഇലന്റെ ഇടയിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഈ മരമാണ് മുള്ളൻ ചക്കേന്റെ മരം. മുള്ളൻ ചക്കയെന്ന് പറയും, പിന്നെ മറ്റുള്ള സ്ഥലത്ത് സീതാപ്പഴം അങ്ങനെ എന്താ പറയും. അപ്പൊ ഇതാണ് ആ മരം. ഇതില് പിടിച്ചിട്ടുണ്ട്, ഇത് കുറേ ഉണ്ടായിന്. നമ്മൾ കുറെ പറിച്ചിട്ട് തിന്നു തീർത്തു. ഇപ്പൊ 2-3 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കാണുന്നത് ഇത് കുറച്ച് വളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണുമ്പോൾ പഴുത്തിട്ട, കാണുമ്പോൾ ഒരു യെല്ലോ കളർ ഉണ്ടെങ്കിലും പഴുത്തിട്ട, ജസ്റ്റ് വളഞ്ഞതും തോന്നുന്നു. അപ്പൊ അതുണ്ട്. പിന്നെ ഇതില് അവിടെ അപ്പുറം ഓണം നിൽക്കാൻ നോക്കട്ടെ, കളിച്ചരാ. അതായത് ഇത് ഇടുന്നുണ്ട്. ഇതിവിടെ ഒരു പഴമില്ലേ, ഇതും കാണുമ്പോൾ കുറച്ച് ഉഷാറൊക്കെ ഉണ്ട്. വളഞ്ഞിനാന്നറിയില്ല. ഇതിന്റെ മുകളിൽ ഇതാ കണ്ട, ഇതാണ് ഈ സംഭവം. ഇതാണ് ഇതിന്റെ പൂവ്. ഇതിൽ നിന്നാണ് ഈ കായ് ഉണ്ടാവുന്നത് തോന്നുന്നത്. ഇതാണ് അതിന്റെ പൂവ്. കണ്ട, അങ്ങനെ രസമുണ്ട് പൂവ് കാണാൻ. ഈ പൂവാണ് ഇങ്ങനെ. പൂവ് കുറേ ഉണ്ട് അവിടെ ഇവിടെ മുകളിൽ കാണുന്നെങ്കിൽ അതിന്റെ പൂവുണ്ട്. പൂവ് കുറേ ഉണ്ട്. കായ് 1-2 മുകളിൽ ഒരു കായ് ഉണ്ട് തോന്നുന്നു. 3 കായ് എന്തോ ഇല്ലു. ഇവിടെ ഒരു കായ് കണ്ട, ആ ഒരു കായ് ഉണ്ട്. 3 കായേ ഇല്ലു, വേറെ കുറയൊന്നുമില്ല. പിന്നെ ഫുള്ളും പൂവാണ്. ഇതിൽ നിറച്ചുണ്ടായിരുന്നിട്ട് നമ്മ പറിച്ച് നമ്മ കഴിച്ചു, പിന്നെ എല്ലാവർക്കും കൊടുത്ത്. ഇത്രയേ ഉള്ളൂ. ഇത് കുറെ പൂവുണ്ടായിരുന്നു പിടിക്കായിരിക്കും. പിന്നെ ഇതാണ് ചെറുപുളിന്റെ തൈ. ഇതിന് മുമ്പ് 2 എന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നു, പറിച്ചോ. ഇപ്പൊ ഇതൊന്നും മാത്രമേ ഉള്ളൂ. ചെറുത്താണ്, ആയിട്ടാന്ന് തോന്നുന്നു, ചെറിയതാ. പിന്നെ ഈ തൈ കണ്ട, ഈ തൈയില് കുറെ പൂവുണ്ട്. ഇത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയില്ല എന്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നത് ഒന്ന് കമന്റ് ചെയ്യും. കുറെ പൂവുണ്ട്. ഉമ്മ ചെല്ലിയത് എന്തോ പൂവിന്റെ തൈയാണ്. നമുക്ക് എന്താണെന്ന് അറിയില്ല, കണ്ടിട്ട് തോന്നില്ല. നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇത് കുറെ ഇങ്ങനെ പൂവ് പിടിച്ചിട്ടുണ്ട്. എന്ത് പൂവാ ഇതൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. ഈ പപ്പങ്കായിന്റെ തൈ കണ്ട, ഇത് ചുവന്ന പപ്പങ്കായിന്റെ തൈയാണ്. ഇത് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നു നമ്മുടെ ഇത് നിറച്ച് കുടിക്കലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, ചുവന്നതായിട്ട് നല്ല മധുരവും നല്ല ടേസ്റ്റ് ആയിരുന്നു, കാണാനും നല്ല രസമായിരുന്നു. പക്ഷെ അത് ഒരു ദിവസം അത് പൊളിഞ്ഞിട്ട് വീണു. ഇപ്പൊ പിന്നെ അതിന്റെ തന്നെ വിത്ത് കിട്ടിയിട്ടാകുമ്പോൾ അധികം ഇട്ടതാ ആ തൈയാണ്. പിന്നെ ഇത് കണ്ട, ഇതാണ് ആമ്പൽ എന്നല്ലേ ആമ്പൽ. ഇത് 1-2 കൊടുന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പഴയ അമ്മിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടതാ. ഇപ്പൊ നിറച്ചായിട്ടുണ്ട്. ഇതിനായിട്ട് ഉണ്ടായിരുന്നു, ഇതാരോ കൊണ്ടുപോയി കുറച്ച്. കുറെ കാണാൻ നല്ല രസമുണ്ടല്ലേ. കുറെ ഉണ്ട്. ഇതിലെന്നെ ആയതാ. പക്ഷെ ഇങ്ങനെ ഇരുന്നോണ്ട് കൊണ്ടു ഇങ്ങനെ വെള്ളം കിട്ടിക്കുമ്പോൾ കൊതൊന്നും വരുമെന്ന് വിചാരിക്കണം. ഇതൊന്നുമില്ല, ക്ലിയർ ആണ്, മുട്ടയൊന്നുമില്ല, കൊതുണ്ടിയൊന്നും. ഇനി ഈ തെങ്ങ് കണ്ട, ഈ തെങ്ങിന് ഒരു വലിയ സ്റ്റോറി ഉണ്ട്. ഇതെന്താ അറിയോ? ഈ തെങ്ങിന് തെങ്ങലുണ്ട്. ഇതെന്താ അറിയോ? ഈ തെങ്ങമ്മ നട്ടതല്ല. ഇത് നമ്മ ഒരു തെങ്ങ് മാമന്റെ അടുത്ത് കൊടുന്ന് വെച്ചതാ. എന്നിട്ട് അതിനെ മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാ. എന്നിട്ട് അത് മുളച്ച് വന്നു. കുറെ തെങ്ങ് തന്നെ ചുറ്റുമുള്ളതെല്ലാം മുളപ്പിക്കാൻ വെച്ചത് തന്നെ. കുറെ തേങ്ങ കൊടുന്ന് മുളപ്പിക്കാൻ വെച്ചു. പിന്നെ വെച്ചിട്ട് പിന്നെ അത് അടഞ്ഞ് ആര് തൊട്ടിട്ട സാധനം നട്ടിട്ട് അവിടെ നിർത്തിയിട്ട് അത് അടഞ്ഞായിട്ട് ഒന്ന് വലുതായിട്ട് ഫസ്റ്റ് ഒരിക്കൽ തേങ്ങ പിടിച്ചു. എല്ലാവർക്കും നടാത്ത തേങ്ങ പിടിച്ചു. പിന്നെ അത് തീരെ തൊട്ടില്ല, അടഞ്ഞ്. ഇപ്പൊ അത് കുറെ തേങ്ങ അടഞ്ഞ പിടിക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ വിട്ടു. ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. മറ്റൊരു പാർട്ടുമായി ഞാൻ വരാം. താങ്ക് യു.